അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ ഇസ് ദ ബെസ്റ്റ്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. അതെ, വാങ്ങുന്നത് ഓക്സിജനിൽ നിന്നാണെങ്കിൽ എല്ലാം ഒറിജിനൽ ആയിരിക്കും. വിശ്വസിക്കാം, എന്നെ പോലെ. കളികളുടെ വളരെ മാക്രോ ആയിട്ടുള്ള സംസാരത്തിലേക്ക് വരുന്നതിന് മുമ്പേ എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക്, നമ്മുടെ കാണികൾക്ക് ഒരു ഫ്രാൻസ് സ്പെയിൻ എന്തോ ഒരു ഫൈറ്റ് വരാൻ പോകുന്നുണ്ടെന്നുള്ളൊരു മണം കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ആൾക്കാർ, നമ്മൾ സുഹൃത്തുക്കളൊക്കെ അതാണ് സംസാരിക്കുന്നത്. പക്ഷേ ഫ്രാൻസിനെ തടുക്കാൻ പറ്റുന്നില്ല. അതെ, ആ ചർച്ച ഭയങ്കര സജീവമായിട്ടുണ്ട്. ശരിക്കും ഫുട്ബോൾ സോഷ്യൽ മീഡിയയിലല്ല ഞാൻ കണ്ടത്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നത് അങ്ങനെയായിരിക്കും വരിക എന്നുള്ളതാണ്. പക്ഷെ അത്ര ഈസി ആയിരിക്കും സ്പെയിനിന് മുന്നോട്ട് പോകുക എന്നുള്ളതും പറയാൻ പറ്റില്ല. ചിലപ്പം ദിലീപിന്റെ അതിന്റെ ഒരു സയന്റിഫിക് അനാലിസിസിൽ ചിലപ്പം സ്പെയിൻ ആയിരിക്കും മുന്നോട്ട് നിൽക്കുന്നത്, അല്ലേ? സ്പെയിൻ തന്നെ മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ ഈസി ആയിരിക്കും ഞാൻ ഒരിക്കലും പറയില്ല. എപ്പോഴും രണ്ട് യൂറോപ്യൻ ടീംസ് കളിക്കുമ്പോൾ അവർ തമ്മിൽ അവർക്ക് പരസ്പരം അവരുടെ കളിക്കാരെ അത്രയും നന്നായിട്ട് അറിയാം. അവരൊക്കെ ഒരുമിച്ച് കളിക്കുന്ന കളിക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരു ഈസി മാച്ച് ആയിരിക്കില്ല. പിന്നെ ബെൽജിയമിന്റെ മേധ ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു പ്രഷറൊന്നുമില്ല. അവര് ഇങ്ങനെ പതുക്കെ കളി മികച്ചപ്പെട്ട് ഇങ്ങനെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയ ഒരു ടീമാണ്. ഇതിലപ്പുറം അവർ പോകുന്ന എനിക്ക് തോന്നുന്നില്ല അവരുടെ ഫാൻസ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നു. അപ്പൊ അവർക്ക് ഏകദേശം ഒരു ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണ്. നേരെ മറ്റേ വശത്ത് സ്പെയിനിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതീക്ഷ ഉണ്ട്. അവർ യൂറോപ്യൻ ചാമ്പ്യൻസ് ആണ്. എത്ര 2010 ശേഷം ഈ ഒരു സ്റ്റേജ് ഒന്നും എത്തിയിട്ടുമില്ല. ഒരു 40 വർഷം മുമ്പ് ബെൽജിയത്തിന്റെ അടുത്ത് മോശമായ ഒരു അനുഭവം സ്പെയിനുണ്ടല്ലോ. 1956 പെനൽറ്റി ഷൂട്ടൗട്ടിലാണ് പോകുന്നത്. എന്നാൽ പോലും ബെൽജിയത്തിന് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം കളി കൂടുതൽ ജയിച്ചിട്ടുള്ളത് നമ്മൾ നേർക്കുനേർ വരുന്ന സമയത്ത് സ്പെയിൻ ആണെങ്കിൽ പോലും. അപ്പം മാത്രമല്ല, ബെൽജിയത്തിന് ഇപ്പം നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ഫേഡിങ് ഗോൾഡൻ ജനറേഷൻ്റെ ഒരു വലിയ ഫോഴ്സ് കാണുന്നുണ്ട്. ഇത് 1986 ഇതുമായിട്ട് ആകെയുള്ളൊരു സാമ്യത എനിക്ക് കാണുന്നത്, അപ്പോഴും ഇതേപോലെ ബെൽജിയത്തിന്റെ ഒരു ഗോൾഡൻ ജനറേഷൻ മങ്ങിപ്പോയ ഒരു കാലമായിരുന്നു. 72 അവര് യൂറോസില് സെമിയില് വെസ്റ്റ് ജർമ്മനിയോട് തോൽക്കണം. 80 അവര് യൂറോ ഫൈനൽ എത്തി, ആദ്യ വെസ്റ്റ് ജർമ്മനിയോട് തോൽക്കണം. അതിനുശേഷം പ്രതീക്ഷകളൊക്കെ കുറച്ച് കുറഞ്ഞിട്ട്, പക്ഷെ അവർ 85 ഹുള്ളറ്റിന്റെ ഒക്കെ നെതർലൻഡ്സിനെ തോൽപ്പിച്ചിട്ടാണ് ലോകകപ്പിൽ ക്വാളിഫൈ ചെയ്യുന്നത്. പക്ഷെ ഇതേപോലെ വളരെ മോശം തുടക്കം. എനിക്ക് തോന്നുന്നു മെക്സിക്കോനോട് തോറ്റു, ഇറാഖിനോട് സമനില. പിന്നെ മൂന്നാമത്തെ ടീം ആ ഗ്രൂപ്പിൽ ആരായിരുന്നു എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അവരെ തോൽപ്പിച്ചിട്ടാണ് അടുത്ത റൗണ്ട് എത്തുന്നത്. പക്ഷെ അവിടുന്ന് വലിയൊരു മികച്ച ഒരു സോവിയറ്റ് യൂണിയൻ ടീമിനെ എക്സ്ട്രാ ടൈമിൽ തോൽപ്പിച്ച് ക്വാർട്ടർ എത്തി. അവിടെ ലീഡ് എടുത്ത് സ്പെയിൻ തിരിച്ചടിച്ചു. പക്ഷെ പെനൽറ്റി ഷൂട്ട് ഔട്ടിൽ ബെൽജിയം ജയിച്ചു. അതിലും പക്ഷെ അവർക്ക് ഉണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറുള്ള ടീമാണ്. പിന്നെ ഒരു മികച്ച ഗോൾ സ്കോറർ ഉണ്ടായിരുന്നു, യാൻ കൂളിമെൻസ് പറഞ്ഞൊരു ജയന്റ്. അപ്പൊ അത് ഇപ്പൊ ലുക്കാക്കു ആണ് അത് ആ റോളിലുള്ളത്. പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്. കാരണം ഇപ്പം ഗോൾ കീപ്പറെ പറ്റി പറയുന്നു. ഒരു സ്പാനിഷ് ഇതിലൊരു എന്താ പറയുക, സ്പാനിഷ് ഇൻവേഷൻ ഇപ്പുറത്ത് നടന്നു എന്നല്ല, എന്നാൽ പോലും ഒരു ഡിഫെൻസിൽ ഊന്നിട്ടുള്ള, അതായത് പഴയ ഒരു പൊസസീവ് ഫുട്ബോൾ ഇപ്പോഴും ഉള്ളിൽ കളിക്കുന്ന ഒരു ടീമാണ്. അതായത് ടിക്കറ്റ് ഒക്കെ ആ രീതിയിൽ കളിക്കുന്ന ഒരു ടീമാണ് സ്പെയിൻ. അതുകൊണ്ട് തന്നെ എക്സ്പ്ലോഡ് ചെയ്യാൻ പോകുന്ന ബെൽജിയം എന്നുള്ളൊരു തോന്നലുണ്ട് ആൾക്കാർക്ക്. ബെൽജിയമിന് ജയിക്കാൻ ഇവിടെ എവിടെയായിരിക്കും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ബോൾ കിട്ടാൻ വലിയ വിഷമമായിരിക്കും. സ്പെയിൻ ബോൾ കൺട്രോൾ ചെയ്യാൻ, അവർക്ക് ബോൾ ഇല്ലാത്തപ്പോഴും അവർക്ക് കളി കൺട്രോൾ ചെയ്യാൻ അറിയാം. ഇപ്പൊ റോഡ്രി അങ്ങനത്തെ കളിക്കാർക്ക് സ്പേസ് നല്ലോണം കവർ ചെയ്യും. ഏറ്റവും കുറവ് ഷോട്ട് ഫേസ് ചെയ്തിട്ടുള്ളൊരു ടീം സ്പെയിനാണ്. അതിപ്പോ ഈ ടൂർണമെന്റിലും അതെ, യൂറോസിലും അതെ. അവർക്കെതിരെ ഒരു നല്ല ചാൻസ് കിട്ടാൻ തന്നെ നമുക്ക് വലിയ വിഷമം. എന്താ വെച്ചാൽ എന്താ പറയുക, ഒരു കളിക്കാർക്ക് ഒരു ഡേഞ്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസിലൊന്നും ആ ടീം എത്തുന്നില്ല. അപ്പോഴേക്കും സ്പെയിൻ ബോൾ തട്ടിയെടുക്കും. അപ്പൊ അതാണ് ബെൽജിയമിന് ആദ്യം വരാൻ പോണ ചാലഞ്ച്. അത് ഇപ്പൊ ഇന്നലെ മൊറോക്കോന്റെ കാര്യത്തിൽ അത് തന്നെ നമ്മൾ കണ്ടു. മികച്ച ടീമായിരുന്നു, പക്ഷെ അവർക്ക് ബോക്സിൽ എത്താനും പോലും പറ്റിയിട്ടില്ല. പക്ഷെ അതിനകത്ത് ഒരു വലിയ ക്രിറ്റിസിസം വരുന്നത് എന്താ വെച്ചാൽ ഇതാണ്. കാരണം ഒരു പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ,
എന്നുള്ള രീതിയിൽ സ്പെയിൻ ബെൽജിയം കളിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഭീതിയാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നത് ബെൽജിയം ജയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ദിലീപിനോട് ചോദിക്കുന്നത്. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ഫുട്ബോളാണ് സ്പെയിൻ കളിക്കുന്നത്, അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം വെച്ചാൽ ഫുട്ബോളിൻ്റെ എല്ലാ തരത്തിലുള്ള മാന്യതയോടും കൂടി കളിക്കുന്ന അങ്ങനെയൊക്കെയുള്ള എല്ലാ സംഗതിയുണ്ട്. പക്ഷേ ബെൽജിയം എന്താ പറയുക, മാന്യത ഇല്ലാണ്ട് കളിക്കുന്നൊന്നല്ല. പക്ഷെ ബെൽജിയത്തിന് കറക്റ്റായിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ ഈ ടിക്കറ്റാക്ക സിസ്റ്റം എന്നൊക്കെ പറയുന്നത്? ടിക്കറ്റാക്ക അല്ല ഒന്നാമത്. ഇപ്പൊ സ്പെയിൻ അവർക്ക് രണ്ടും അവർക്ക് പൊസിഷനും ഉണ്ട്, പക്ഷെ അവർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ട്രാൻസിഷൻ ചെയ്യാനും പറ്റും. ഇപ്പൊ യമാലൊക്കെ ഉള്ളതിന്റെ ഗുണം അതാണ്. 2 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ബോക്സിൽ നിന്ന് മറ്റേ ഗോളിലേക്ക് എത്താൻ പറ്റും. അങ്ങനത്തെ സ്പീഡുള്ള കളിക്കാരുണ്ട് ഡയറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഡാനി ഓൾമോ ഒന്നും ഒരു ടിപ്പിക്കൽ ഒരു ക്ലാസ് ടിക്കിറ്റാക്ക കളിക്കാരനല്ല. അലക്സ് ബൈൻ അങ്ങനത്തെ ഒരു ടിക്കിറ്റാക്ക കളിക്കാരനല്ല. അപ്പോ പിന്നെ നിക്കോ വില്യംസ് ബെഞ്ചിൽ നിന്ന് വന്നാലും വളരെ ഫിസിക്കലും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കളിക്കാരനാണ്. അപ്പൊ ഇവർക്കൊക്കെ ആ ഒരു എന്താ പറയുക, കുറേം കൂടി ഒരു ഡയറക്റ്റ് ഒരു സ്റ്റൈലും കൂടി ഉള്ള കളിക്കാരാണ്. അപ്പൊ അത് കാരണം ബെൽജിയമിന് രണ്ടും സൂക്ഷിക്കണം. ഒന്ന് ബോൾ കിട്ടണം ആദ്യം, പിന്നെ എങ്ങാനും ഇപ്പൊ നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ തന്നെ ബ്രേക്കിൽ സ്പെയിനിന് നിങ്ങളെ ഹേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ യമാലിനെ പറ്റി പറയുമ്പോഴേ, ഇപ്പം നെക്സ്റ്റ് വേൾഡ് കപ്പിന് നമ്മൾ ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ എംബാപ്പയെ പറ്റിയോ മെസ്സിയെ പറ്റിയോ പറയുന്ന പോലത്തെ ഒരു കളിക്കാരനായിട്ട് ബാക്കി ലീഗിലൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു ആളായി മാറുന്ന ഒരാളായിരുന്നു. യമാൽ എത്രമാത്രം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ കളിയിൽ? ഏതൊരു കളി നോക്കിയാലും ഇപ്പൊ ഫ്രാൻസിന്റെ ആയാലും ഇപ്പൊ ഫ്രാൻസ് മൊറോക്കോ ഒക്കെ 1 മണിക്കൂർ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള കളി തന്നെയായിരുന്നു. ഈ നിങ്ങൾക്ക് പക്ഷെ കളി മാറ്റാനുള്ള കളിക്കാരുണ്ടെങ്കിൽ യമാൽ ആ കൂട്ടത്തിൽ പെടുന്ന ഒരു കളിക്കാരനാണ്. അതിന് 1 നിമിഷം മതി ശരിക്കും. ഒരു പാസോ ഒരു ടച്ചോ ഒരു അസിസ്റ്റോ ഒരു ഗോളോ എന്തെങ്കിലും അവർക്ക് അതിനുള്ള കഴിവുണ്ട്. ആ 2 മിനിറ്റ് എന്നല്ല, 1/2 മിനിറ്റിൽ ഒരു കളി മാറ്റാനുള്ള കഴിവ്. അപ്പൊ ഒരിക്കലും നിങ്ങളിപ്പോ കളിക്കാരൻ ചിലപ്പോൾ ഔട്ട് ഓഫ് ഫോം ആയിരിക്കും. ഇപ്പൊ ഹാളൻഡിന്റെ കേസിൽ പലരും പറയും അയാളെ എവിടെ പിച്ചിൽ കാണുന്നു പോലില്ലല്ലോ. പക്ഷെ ആ 2 നിമിഷം മതി. അതെ. ഇപ്പൊ യമാൽ ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ യൂറോ 2024 കണ്ട യമാലിന് ഇത്തവണ കണ്ടിട്ടില്ല. അത്രയും ഒരു ലെവലൊന്നും എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും ഒന്ന് ഡിഫൻഡർമാരുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കും. അപ്പൊ ബാക്കിയുള്ളവർക്ക് കുറെ കൂടി സ്പേസ് കിട്ടും. എല്ലാവർക്കും അത്രയും പേടിയാണ്. ഈ സ്പീഡ് ഉണ്ട്, ഡ്രിബ്ലിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ 2 കളിക്കാരെങ്കിലും ശ്രദ്ധ ഇവിടെയാണ്. അപ്പൊ അവിടെയുള്ള ഇപ്പൊ ഓൾമോ ഓടി വരികയാണെങ്കിലും ഫെറാൻ ടോറസ് ആര് കളിക്കുകയാണെങ്കിലും മറ്റേ ഒയാസബാലാണെങ്കിൽ ഇവർക്കൊക്കെ ആ സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഡിഫൻഡേഴ്സിനെ വലിക്കേണ്ടത് യമാലാണ്. പക്ഷേ സ്പെയിനിന്റെ കളി നമ്മൾ വളരെ എന്താ പറയുക ആരാധനാപൂർവ്വം നോക്കിയാലും ഇതുവരെയുള്ള കളികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുതരം ലാസ്റ്റ് മിനിറ്റ് പാറ്റേണിലേക്ക് പോകുന്നുണ്ട്. കാരണം ഇപ്പം മെറീനോന്റെ ഗോൾ ആയാലും ശരി 90+1 മിനിറ്റിലാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ അതിനെ പക്ഷെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും അവര് ജയിക്കില്ല എന്ന് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരെല്ലാ നോക്കൗട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പേടിയുണ്ടാവും. കാരണം വെച്ചാൽ പക്ഷെ അവർക്ക് പേടിയില്ല. അവര് കളി എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് കാരണം അവരൊരു ഭയത്തോടു കൂടി അല്ല കളിക്കുന്നത്. അവർക്കറിയാം ഇപ്പൊ ഞങ്ങക്ക് ഒരു ചാൻസ് മതി. ഇപ്പൊ എല്ലാ കളി ഇപ്പൊ നിങ്ങക്ക് 2-3-0 ഒന്നും ജയിക്കാൻ പറ്റില്ല. 1-0 ആണെങ്കിൽ 1-0. അതിന് ആ ചാൻസ് സൃഷ്ടിക്കാനുള്ള കളിക്കാർ നമുക്കുണ്ട്. പിന്നെ മറ്റേ ടീമിന് ബോൾ കൊടുക്കുന്നേ നമ്മൾ നല്ല ചാൻസസ് അവർക്ക് കൊടുക്കുന്നില്ല. എന്നാലല്ലേ അവർക്ക് ഗോൾ അടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലൊരു വലിയ പ്രതിഭാസം എന്നുള്ള രീതിയിൽ റൊണാൾഡോയുടെ ഒരു ഇന്റർനാഷണൽ കരിയർ, ഒരു വേൾഡ് കപ്പ് കരിയർ തീർത്ത ഒരു ടീം എന്നുള്ള രീതിയിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു മെന്റൽ കറേജ് ഉണ്ടാവും? നല്ലൊരു ടീമിനെ തോൽപ്പിച്ചുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. റൊണാൾഡോ എന്ന് പറയുന്നത് വലിയ പ്രതിഭാസമാണ്. അല്ല, പോർച്ചുഗൽ ഉള്ള ടീം ഈ ലോകകപ്പ് തുടങ്ങുന്നതിനും പലരും വിചാരിച്ചതാണ് സെമിയോ ഫൈനലോ എത്താൻ പോകുന്ന ഒരു ടീമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ടീമിനെ തോൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു ആത്മവിശ്വാസം വരും കളിക്കാർക്ക്. അതും വളരെ ടൈറ്റ് ആയിട്ടുള്ള കളിയായിരുന്നു. അത് എളുപ്പത്തിൽ 4-0 ജയിച്ച ഒരു കളിയാണ്. എപ്പോഴും ഒരു ക്ലോസ് കളി ജയിക്കുമ്പോൾ ആത്മവിശ്വാസം കൂടുതലാണ് ശരിക്കും. മറ്റേത് എളുപ്പമാകുമ്പോ നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല നമ്മുടെ ഭാഗത്ത് എന്തൊക്കെയാ തെറ്റ് പറ്റിയതൊന്നും പറയാൻ പറ്റില്ല. അടയാളപ്പെടുത്തുക കാലമേ, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. പക്ഷെ ബ്ലോക്കുകളെ വകഞ്ഞു മാറ്റിയതാ ഗോൾ. കളിയിൽ മാത്രമല്ല ഹൃദയത്തിന്റെ ബ്ലോക്കും മാറ്റൂ, ജീവിതത്തിൽ വിജയിക്കൂ. BKCC ഹാർട്ട് ഹോസ്പിറ്റൽ.
ഈ ഇന്നലത്തെ കളിയിലേക്ക്, ഫ്രാൻസിന്റെ കളിയിലേക്ക് വരികയാണെങ്കിൽ, നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രോൺ വ്യൂ ഒക്കെയാണ് നമുക്കുള്ളതെങ്കിൽ എപ്പോഴും ഫ്രാൻസ് ജയിക്കും തോന്നുന്ന ഒരു കളിയാണ് അല്ലേ, ഒരു മോളിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ. അപ്പൊ അതിനകത്ത് മൊറോക്കോ നന്നായിട്ട് കളിച്ചു. മൊറോക്കോ ഇന്നലെ വലിയ ഫ്ലോസ് ഒന്നും സംഭവിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താ ദിലീപിന് തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലും വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചോ? ഞാൻ പല ക്രിറ്റിസിസവും കണ്ടിട്ടുണ്ട്. ഇപ്പം മൊറോക്കോ ആംബിഷൻ കാണിച്ചില്ല, അവർക്ക് കുറച്ചും കൂടി മുന്നോട്ട് എങ്ങനെ പോവും. ഇപ്പൊ അവരുടെ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ 2 ഫുൾ ബാക്സും കൂടിയാണ് അവരുടെ അറ്റാക്കിംഗ് ഔട്ട്ലെറ്റ്സ്. ഹക്കീമിയും മസ്രാവിക്ക് ഇന്നലെ പൊസിഷൻ മാറേണ്ടി വന്നു. അത് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, മൊറോക്കോന് കുറെ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. ആദ്യം ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് നയഫ് ഫെഗോഡ്, അവരുടെ സീനിയർ സെന്റർ ബാക്ക്, പരിക്കായിട്ട് പുറത്തുപോയി. പകരം വന്ന് ചാദി റിയാദിനും പരിക്ക് വന്നു. അപ്പൊ പിന്നെ കഴിഞ്ഞ കളിയിൽ കാനഡയ്ക്കെതിരെ ഹൽ കളിച്ചിട്ട് ഒരു വിശ്വാസം വരുത്തണ ഒരു കളിയായിരുന്നില്ല, വളരെ നെർവസ് ആയിട്ട് കളിച്ചു. അപ്പൊ അവര് വിചാരിച്ചു തീർച്ചയായിട്ടും ഫ്രാൻസിന്റെ പോലത്തെ ഒരു ടീമിനെതിരെ അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനെ റിസ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മസ്രാവിയെ ലെഫ്റ്റ് ബാക്കിൽ നിന്ന് മാറ്റി സെന്റർ ബാക്കിൽ കളിപ്പിക്കുന്നു, മറ്റേ സലാദീനെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കണം. അപ്പൊ ആ മസ്രാവിയുടെ ഓട്ടം പോയി. ഇവിടെ ഹക്കീമിക്കാണെങ്കിൽ ഡുവെ നോക്കും വേണം. അപ്പൊ ആകെ മുന്നേറാൻ പറ്റുന്നത് ഒന്ന് മിഡ്ഫീൽഡിലാണെങ്കിൽ ഒരിക്കലും പറയാത്തൊരു പേരാണ്. ഫ്രാൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും എംബാപ്പെ, ഒളീസെ, ഡുവെ, ഡെംബെലെ എന്നൊക്കെ പറയുമ്പോൾ ഏഡ്രിയൻ റാബിയോ 10 കൊല്ലത്തിലായി അധികമായി കളിക്കാൻ തുടങ്ങിയിട്ട്. ഒരു മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ കാണുപോലും ഇല്ല. അവരത്രയും എന്താ പറയാ എഫിഷ്യന്റ് ആയിട്ടാണ് അവരുടെ റോള് ചെയ്യുക. അതെ, ഇന്നലെ ബുവാദിക്കൊന്നും ഒരു കിക്ക് പോലും ശരിക്കും കിട്ടിയിട്ടില്ല. ഒരു വിധത്തിലും ബുവാദിക്കോ എലാൽനോയ്ക്കോ ഫ്രാൻസിനെ ഹേർട്ട് ചെയ്യാൻ ഉള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അത്രയും കൺട്രോൾ ചെയ്തു റാബിയോം മാനുക്കോണയും മിഡ്ഫീൽഡ്. അപ്പൊ മൊറോക്കോന് അവസരം തന്നെ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 80ാമത്തെ മിനിറ്റ് വരെ 4 ടച്ച് ആയിരുന്നു മറ്റേ ബോക്സ്. ഈ മൊറോക്കോ ഫ്രാൻസ് കളിയെപ്പറ്റി നമ്മൾ ഇന്നലെ പറയുന്ന സമയത്ത് ഒരു റീമാച്ച് എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. അപ്പം ദിലീപ് പറഞ്ഞു അത് അങ്ങനെ നമ്മൾ കണ്ടതില്ല, എത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കളിയാണ്. പക്ഷെ എപ്പോഴും ആ ഒരു ഈ കളിക്കുന്ന സമയത്ത് ഇത്രയും നല്ല 2 ടീമുകളായതുകൊണ്ട്, അല്ലെങ്കിൽ ഒന്ന് വീക്കായിരിക്കണം, ഒന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമായിരിക്കണം. ഇത് രണ്ടും മികച്ച ടീമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിലെ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ ഒരു വാർ, അതിനകത്ത് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഫ്രാൻസിനുള്ളതായി തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു മൊറോക്കോ കളിയിലേക്ക് വന്നത് വലിയ കോൺഫിഡൻസോട് കൂടി തന്നെയാണ്. അവര് അരമണിക്കൂർ അവര് ബ്രസീലിനെ കാല് നിലത്ത് വെക്കാൻ സമ്മതിച്ചിട്ടില്ല ആദ്യത്തെ കളിയില്. നെതർലൻഡ്സിനെ അവര് ഡോമിനേറ്റ് ചെയ്തു. 70% പൊസിഷനായിട്ടായിരുന്നു നെതർലൻഡ്സിനെതിരെ. അപ്പൊ അവര് ഇത്രയും എന്താ പറയാ, ഇത്രയും ഒരു 1 സൈഡഡ് ആയിട്ടുള്ള ഒരു കളിയായിരിക്കും അവർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതാണ് ഈ ഫ്രാൻസ് ടീമിന്റെ ലെവലാണ് അത് കാണിക്കേണ്ടത്. ഇത്രയും നല്ലൊരു 34 കളിയൊറ്റ തോൽക്കാതെ വന്ന മൊറോക്കോ ടീമാണ്. അവരെ ഇത്രയും ഒരു ഓർഡിനറി ടീമായി ട്രീറ്റ് ചെയ്തു എന്നുള്ളത് ശരിക്കും ഈ വാർ പിന്നെയും ശരിക്കും ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഇന്നലത്തെ അത് എംബാപ്പയുടെ ഒരു മോശം പെനൽറ്റിയാണ്. അത് ഞാൻ അല്ലാന്ന് പറയുന്നത്. അതില് 15 സെക്കൻഡ് കൊണ്ട് തീരുമാനിക്കേണ്ട ഒരു ഡിസിഷനാണ് അത്. 5 സെക്കൻഡ് മതി. മൊറോക്കോ പറഞ്ഞു ഹക്കീമിയെ ഫൗൾ ചെയ്തിട്ടില്ല. ഡുവെ കറക്റ്റ് ആയിട്ട് ബോൾ തട്ടിയെടുത്ത് 5 സെക്കൻഡ് മതി. എംബാപ്പെ ഓഫ് സൈഡ് അല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ 5 സെക്കൻഡ് മതി. മസ്രാവിയുടെ ടാക്കിൾ വളരെ ലേറ്റ് ആയിരുന്നു, പെനൽറ്റിയാണ്. 15 സെക്കൻഡിൽ പരിപാടി കഴിഞ്ഞു, പെനൽറ്റി. അതിന് പകരം 3 മിനിറ്റ് 10 സെക്കൻഡ് ഡിലേ. ഇതെന്താ എന്താണ് വാറിൽ നോക്കേണ്ട? നാസ്ഡാക്കിലത്തെ ഷെയർ പ്രൈസോ അതോ വേറെ വല്ല റീല് കാണുകയാണ്? എന്താന്ന് എനിക്കറിയില്ല. 3 മിനിറ്റ് 10 സെക്കൻഡ് ഡിലേ. പെനൽറ്റി സ്പോട്ടിൽ ബോൾ വെച്ചതിന് ശേഷം 1 മിനിറ്റിന്റെ അധികം ഡിലേ. അപ്പൊ തീർച്ചയായിട്ടും കിക്ക് എടുക്കാൻ പോണ എത്ര മികച്ച കളിക്കാരനായാലും അവരെ എഫക്ട് ചെയ്യും. അതൊരു എക്സ്ക്യൂസ് ആയിട്ട് ഞാൻ പറയില്ല. പക്ഷെ ഈ സിസ്റ്റം മാറ്റാതെ ഒരു നിവൃത്തിയില്ല. ഇതൊരു ലോകകപ്പ് ഫൈനലൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ നിർണായകമായ ഒരു മൊമെന്റ് ആവുമായിരുന്നു. അല്ലെ, അതാണ് പ്രശ്നം. കാരണം ഈ വാർ പ്രോട്ടോകോൾ ഉണ്ടല്ലോ, അതിനിപ്പോ എനിക്ക് തോന്നുന്നത് പിന്നെ ഹാലൻഡ് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ
എന്തോ അല്ല എഴുതി. ഇന്നലത്തെ ഇത് പറയാത്തത് ആരും ഇല്ല. എന്താ വെച്ചാൽ ഇത്രയും ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പെനൽറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്നുവെച്ചാൽ മസ്രാവിയുടെ ടാക്കിൾ അത്രയും ലേറ്റ് ആയിരുന്നു. എംബാപ്പെ ബോൾ തട്ടി അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടാണ് ടാക്കിൾ വരുന്നത്. പിന്നെ ഓഫ് സൈഡ് ഇല്ല, അവിടെ ഫൗളും ആയിരുന്നില്ല. ഇതൊക്കെ 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. അതിനുള്ള റീപ്ലേ മുഴുവൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ 2.5-3 മിനിറ്റ് എടുക്കണമെന്നാണ് എന്തിനെന്ന് ആർക്കും അറിയില്ല. അല്ല, ഇതിലിപ്പോൾ നേരത്തെ ഇപ്പം ദിലീപ് കൃത്യമായിട്ട് സൂചിപ്പിച്ച ഒരു സംഗതി, അതിനെപ്പറ്റി എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇതിപ്പോൾ ഒരു ഫൈനലാണെന്ന് വിചാരിക്കുക. ഫൈനലിൽ ഇതുപോലെയാണ് കളി നടക്കുന്നെങ്കിൽ നാളെ ഒരു ഫുട്ബോൾ ഹിസ്റ്ററി എഴുതുന്ന സമയത്ത് എല്ലാവരും പറയും, ഇപ്പം ദിലീപ് പോലും പറയും, എന്ത് ഈ ഇത്തരം ഡിലേസ്, വാർ, ടെക്നോളജി, ഡിജിറ്റൽ ഒരു ഫങ്ഷനിങ് ഒക്കെ എത്രമാത്രം തോൽപ്പിച്ച കളിയാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകുന്നത് ശരിയാണത്? ഈ സിസ്റ്റമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. എന്താ വെച്ചാൽ ഇതിലത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിലത്തെ 3 ഇൻസിഡന്റ് അല്ലെങ്കിൽ 3 പോയിന്റ് ഈ സിസ്റ്റം വെച്ചിട്ട് 10-15 സെക്കൻഡിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓഫ് സൈഡ് അല്ല, ഫൗളാണ്, അതിനു മുമ്പ് മൊറോക്കോന്റെ പ്ലെയറുടെ മേലെ ഫൗളല്ല. ഈ 3 കാര്യങ്ങളെ നോക്കാനുള്ളൂ. അത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ആദ്യം എന്ത് ചെക്കാ ചെയ്യാനുള്ളതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഫ്രഞ്ച് റെഫറി ആയിരുന്നു, അതുകൊണ്ട് തന്നെ ആ കളിയിൽ ഒരു തരത്തിലും അർജന്റീനയെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത്. ഇന്നലത്തെ ഒരു അർജന്റീൻ റെഫറി ആയിരുന്നു. അത് അതിൽ എന്തെങ്കിലും ഒരു ഫിക്സിംഗ് ഉണ്ടോ? ഇത് നല്ല ഇതൊക്കെ ഏറ്റവും ലോകത്തെ ഏറ്റവും മികച്ച സംശയങ്ങളാണ്, ജനങ്ങളുടെ സംശയങ്ങളാണ്. ഈ ഡിലേ വരുത്തേണ്ട റെഫറി അല്ല. റെഫറി അപ്പൊ തന്നെ സ്പോട്ടിലേക്ക് പോയിന്റ് ചെയ്തു. ഒരു മില്ലി സെക്കൻഡ് ഡിലേ പോലും ഉണ്ടായിരുന്നില്ല. ആ മസ്രാവിയുടെ കാലവിടെ തട്ടണു, അപ്പോഴേക്കും ഇയാൾ കാണിച്ചിരിക്കുന്നു, വിരല് ചൂണ്ടിയിരിക്കുന്നു. പിന്നെ ഓൺ ഫീൽഡ് റെഫറിയുടെ കുറ്റല്ല അത്. പിന്നെ ഈ ബൂത്തിലിരിക്കണവർ അവർക്ക് ഡയറക്ഷൻസ് കൊടുക്കണം, അവരെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത്. അല്ലാതെ അർജന്റൈൻ റെഫറി അയാളുടെ ജോലി ചെയ്തു. നമ്മൾ ഈ ഒരുപാട് യങ്ങർ പ്ലേയേഴ്സിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഈ മൊറോക്കോയുടെ 18 വയസ്സുകാരൻ, അതെ, എന്താണ് പിന്നെ ദിലീപിന് തോന്നുന്നു? ഇന്നലെ പക്ഷെ അവർക്ക് അത്ര ഷൈൻ ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അതേ ഞാൻ പറഞ്ഞ ഏഡ്രിയൻ റാബിയോ ശരിക്കും ആ ബുവാദി പക്ഷെ ആ 10-12 കൊല്ലത്തെ അനുഭവം ശരിക്കും കാണിച്ചു. അത് ഒരു പ്രത്യേകിച്ച് ഒരു വലിയ മാച്ചിൽ എങ്ങനെ ആ സ്പേസ് കൺട്രോൾ ചെയ്യണം, എങ്ങനെ ബോൾ പാസ് ചെയ്യണം, ഇതൊക്കെ ഇത് പക്ഷെ ഈ കുറെ കളിക്കാർക്ക് ഇതില് മൊറോക്കോ ടീം നോക്കിക്കഴിഞ്ഞാൽ കുറെ പേര് ചെറുപ്പാണ്. അപ്പൊ അവർക്ക് ഇനി അവര് ഹോസ്റ്റ് ചെയ്യാനും പോവാണ്. അപ്പൊ എനിക്ക് 2030 പറ്റി വളരെയധികം പ്രതീക്ഷയുള്ള ഒരു ടീം തന്നെയാണ്. എന്തായാലും ഈ കളിക്കാർക്ക് ഈ അനുഭവം വെച്ച് അവര് മുന്നോട്ട് പോകും. അതെ, മൊറോക്കോനെ പറ്റി പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാഡ് ഫെയർവെല്ലാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന ഇതിനകത്തേക്ക് ദിലീപിൻ്റെ ഒരു ഇതിൽ ഒരുപാട് കളിക്കാരെന്ന് മാത്രമല്ല അത്രയും ഇതായിട്ടുള്ള ഒരു ടീമായിട്ട് ദിലീപിന് മൊറോക്കോയെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതുവരെയുള്ള കളികൾ വരാൻ പോണെന്നല്ല, ഇപ്പൊ തന്നെയാണ് ഒരു കുറച്ചു കാലത്തേക്ക് ആഫ്രിക്കയിലത്തെ ഏറ്റവും മികച്ച ടീമായിരിക്കും. എന്താ വെച്ചാൽ ബാക്കി ടീം ഇപ്പൊ ഐവറി കോസ്റ്റ്, സെനഗളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് 2-3 പൊസിഷൻസിലെ മികച്ച കളിക്കാരുള്ളൂ. ഇവർക്ക് ഒരുവിധം എല്ലാ ഗോൾ കീപ്പർ തുടങ്ങി. ഗോൾ കീപ്പർ ഇന്നലെ ഒരു ആ രണ്ടാമത്തെ ഗോളിന് വേണമെങ്കിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറയാം, പക്ഷെ അത് വേഗം എടുത്ത ഷോട്ടാണ് അത്. പക്ഷെ ഗോൾ കീപ്പർ തുടങ്ങി പരിക്കായി പോയ സൈബാറി വരെ എല്ലാവരും മികച്ച കളിക്കാരാണ് മൊറോക്കോന്റെ. അപ്പൊ അവര് എന്തായാലും അടുത്ത ലോകകപ്പ് മാത്രമല്ല അതിന് മുമ്പുള്ള ആഫ്കോണിൽ ഇതിലൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന എനിക്ക് പ്രതീക്ഷയുണ്ട്. ആഫ്രിക്കയിലത്തെ ഏറ്റവും മികച്ച ടീമായിരിക്കും അവർ. ഞാൻ നേരത്തെ ചോദിച്ച ബുവാദിനെ പറ്റി പറയുന്നുണ്ടല്ലോ, ഫ്യൂച്ചർ പെലെ എന്നൊക്കെയാണ് പറയുന്നത്. അത് ദിലീപ് അത് പൊസിഷൻ തന്നെ സെയിം അല്ല, അത് ജസ്റ്റ് പ്രായത്തിന്റെ ഇതാണ്. അതൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, പെലെ ഫോർവേഡ് പ്ലെയറും ആയിരുന്നു. പക്ഷെ നല്ലൊരു ഗെയിം സെൻസ് ഉള്ള ചെറുപ്പക്കാരനെ, വളരെ സെൻസിബിൾ. ഇപ്പൊ ഈ റാഷ് ടാക്ലിങ് ഇതൊന്നുമില്ല. ഒരു കളി ശരിക്കും മാനേജ് ചെയ്യാൻ അറിയാം. പല ലക്ഷണങ്ങളും ഇപ്പൊ ബ്രസീലിനെതിരെയൊക്കെ അത് ശരിക്കും കാണിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഒരു റാബിയോന്റെ ഒരു മിഡ്ഫീൽഡ് മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ 4 കൊല്ലം കഴിയുമ്പോൾ ബുവാദി, എൽ അൽനൂയി ഇവരൊക്കെ കാണും എന്തായാലും. ഇതില് നമ്മളിപ്പം ഫ്രാൻസിനെ പറ്റി പറയുമ്പം ഏതാണ്ട് അർജന്റീൻ ഫാൻസ് ആണെങ്കിലും പുറത്തായ ജർമ്മൻ, ബ്രസീൽ ഫാൻസ് ഒക്കെ ആണെങ്കിലും എല്ലാവരും ഇപ്പം കാണുന്ന ഒരു
ഇന്നവിറ്റബിൾ ടീം എന്നുള്ള രീതിയിൽ ഫ്രാൻസിനെ കാണുകയാണ്. വളരെ ഭയങ്കര പ്രതീക്ഷയാണ്. ഏത് തരത്തിലുള്ള ഫുട്ബോൾ ഫാൻ പ്രതീക്ഷിക്കുന്നത് മിക്കവാറും ഫ്രാൻസ് ജയിക്കുന്നതാണ്. ദിലീപിന് അതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടോ? നെഗറ്റീവ് ഫീലിംഗ് എന്നല്ല, പക്ഷെ ഇനി വരാൻ പോകുന്നതൊക്കെ മികച്ച ടീം. സെമിയിൽ മിക്കവാറും അവർക്ക് സ്പെയിൻ ആയിരിക്കും, ഫൈനലില് ഇംഗ്ലണ്ട്, നോർവേ അല്ലെങ്കിൽ അർജന്റീന. അപ്പൊ ഇതില് ഒന്നും എളുപ്പമായിട്ടുള്ള മാച്ചസ് അല്ല. പിന്നെ ഈ ടീംസിനൊക്കെ ഗെയിം ചേഞ്ചിങ് പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പൊ അർജന്റീനയ്ക്കാണെങ്കിൽ മെസ്സി, നോർവേക്കാണെങ്കിൽ ഹാളൻഡ്, ഓഡെഗാർഡ്, മറ്റവർക്ക് കെയ്ൻ, ബെല്ലിങ്ങം. അപ്പൊ അങ്ങനത്തെ സ്പെയിനിന് അനേക കളിക്കാർ, 3-4 കളിക്കാരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ടീംസിനെതിരെ 1-2 നിമിഷങ്ങൾ മതി. ഇപ്പൊ സ്പെയിൻ കഴിഞ്ഞ യൂറോ സെമി ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചതാണ് 2-1. അപ്പൊ അവർക്ക് ആ വിശ്വാസത്തോടു കൂടി തന്നെ ആയിരിക്കും അവർ സെമിയിലെത്തിയ ഫ്രാൻസിനെതിരെ അവർ വിശ്വാസത്തോട് കൂടി തന്നെയാണ് കളിക്കാൻ പോകുന്നത്. ഇനി ഇന്നത്തെ ഒരു റിസൾട്ട് ദിലീപിന്റെ ഒരു അഭിപ്രായത്തിൽ, അതായത് ബെൽജിയം ജയിക്കുകയാണെങ്കിൽ അത് അവരെ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ഒരു വലിയ വിജയമായിരിക്കും. ഏറ്റവും വലിയ വിജയമായിരിക്കും, പക്ഷേ പ്രതീക്ഷിക്കാത്തൊരു വിജയമായിരിക്കും. എന്താണ് ദിലീപിന് തോന്നുന്നത്? എനിക്ക് സ്പെയിനിന് അപ്പുറത്ത് ഇപ്പൊ ഇത് 35 കളിയായി ഒരു തോറ്റിട്ട്. അവസാനം തോറ്റത് മാർച്ച് 2024 കൊളംബിയോട് 1-0. അതിനുശേഷം 26 ജയം 9 ഡ്രോ ആണ്. ആ ജയങ്ങളുടെ 78 ഗോളൊറ്റ അവർ അടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഫ്രാൻസിന്റെ കാര്യം പറഞ്ഞാൽ ഏകദേശം ഒരു ഇനവിറ്റബിൾ ആയിട്ടുള്ള ഒരു ടീമായി മാറിയിട്ടുണ്ട് സ്പെയിൻ. അപ്പൊ എനിക്ക് സ്പെയിൻ അപ്പുറം കാണാൻ പറ്റുന്നില്ല. 2-0 മിക്കവാറും. വലിയ അധികം ഗോളൊന്നും അടിക്കണ ഒരു മാച്ച് ആയിരിക്കും തോന്നുന്നില്ല. സ്പെയിൻ ജയിക്കും, പക്ഷെ സ്പെയിൻ ജയിക്കും.